മുസ്ലിം ലീഗിന്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ വളരെ പ്രാധാന്യം അതിനുണ്ട്. പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ മോശം പ്രവർത്തികൾ കാണിക്കാൻ പാകിസ്ഥാനൊപ്പം പോകാതെ ഇന്ത്യ മതേതരത്വ രാജ്യമായി നിൽക്കണമെന്ന് ആഗ്രഹിച്ച ഒരു പ്രസ്ഥാനത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ പോകുമ്പോൾ അതിൽ പ്രത്യേകം നിങ്ങൾ ഒരിക്കൽ പിന്നെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു പത്രക്കാർ. ഞങ്ങളുടെ നേതാവ് അന്ന് ബാഫിത്തങ്ങളാണ്. ബാഫിത്തങ്ങൾ മരിച്ചുപോയല്ലോ, നിങ്ങൾക്കെല്ലാം അറിയാവുന്ന മഹാനായ നേതാവായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു പത്രക്കാർ, ഈ പാകിസ്ഥാൻ ഇന്ത്യയായിട്ട് അന്ന് ചൈനൻ്റെ പ്രശ്നം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ തങ്ങൾ പറഞ്ഞു, ചൈനയല്ല, ഞങ്ങൾ 5 നേരം കുമ്പിട്ട് നമസ്കരിക്കുന്നത് മക്ക കേന്ദ്രീകരിച്ചാണ്. അങ്ങനത്തെ സൗദി അറേബ്യ ഞങ്ങൾക്കെതിരായിട്ട് ഇന്ത്യക്കെതിരായിട്ട് യുദ്ധത്തിന് വരികയാണെങ്കിൽ ഞങ്ങൾ ഇന്ത്യൻ്റെ കൂടെ നിൽക്കുന്നു. അങ്ങനത്തെ ഒരു പാരമ്പര്യമാണ് ഞങ്ങൾക്കുള്ളത്. ബാഫിത്തങ്ങൾ ഇന്ത്യൻ്റെ കൂടെ സൗദി അറേബ്യ കഅബ ഉൾക്കൊള്ളുന്ന സൗദി അറേബ്യ ഇന്ത്യക്ക് നേരെ യുദ്ധം ചെയ്യാൻ വരികയാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും എവിടെ നിൽക്കും? ഇന്ത്യൻ്റെ കൂടെ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ ഒരു പാരമ്പര്യം ഞങ്ങൾ ദേശസ്നേഹത്തിൻ്റെ കാര്യത്തിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിച്ച പോലെ ഇതൊരു നല്ലൊരു സമീപനമായി, നല്ലൊരു അംഗീകാരം, ഒരു എന്താ പറയുക, വളരെ ക്ലീനായിട്ടുള്ള അംഗീകാരമായി ഞങ്ങൾ കാണുന്നു.